ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ JK അയച്ച സമ്മാനത്തിൻ്റെ സത്യാവസ്ഥ അറിയാനായി ചിന്നു അങ്ങനെ JK വിളിച്ച് ഫോണിൽ പറയുന്നുണ്ട്, എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം, കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഞാൻ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് വരാമെന്ന് പറയാണ്. എന്നാൽ ചിന്നു JKയുടെ വാടക വീട്ടിലെത്തുന്നുണ്ടെങ്കിലും JK അവിടെ ഇല്ല. JK ആ സമയത്ത് അർച്ചനയുടെ കൂടെ അച്ചുവിൻ്റെ കേസ് അന്വേഷിക്കാനായി പോയിരിക്കുകയാണ്. കോളിംഗ് ബെല്ലടിച്ചിട്ടും ആരും പുറത്തേക്ക് വരാത്തതിനെ തുടർന്ന് ചിന്നു അങ്ങനെ ഇവിടെയൊന്നും ആരുമില്ലല്ലോ എന്നങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞ് ഏർപ്പാടാക്കിയ ഓരോ ചെറുപ്പക്കാരൻ ചിന്നുവിനെ കാണാതെ ആ വീട്ടിൽ കടന്നുകൂടുന്നുണ്ട്. കണ്ടാൽ JK പോലെ തോന്നുന്ന ഒരു ചെറുപ്പക്കാരനെ തന്നെയാണ് ചിന്നുവിനെ തെറ്റിദ്ധരിപ്പിക്കാനായി ചന്ദ്ര JKയുടെ വീട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. അർച്ചനയും JKയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടി ശില്പ താമസിക്കുന്ന അച്ചുവിനെ അറസ്റ്റ് ചെയ്ത ആ വീട്ടിലേക്ക് എത്തിയാണ്. അവിടെ നിന്നും എന്തെങ്കിലും തെളിവുകൾ കിട്ടോ എന്നറിയാൻ വേണ്ടിയാണ് അവരങ്ങനെ അവിടെ എത്തുന്നത്. ACPയുടെ സഹായത്തോടെയാണ് അർച്ചന അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ പുറത്തേക്ക് വരുന്നില്ല. ഒടുവിൽ അവര് 3 പേരും കൂടി ആ വീട്ടിനകത്തേക്ക് കയറുകയാണ്. എന്നാൽ ആ വീട്ടിനുള്ളിൽ നിന്നും കുറെ മദ്യക്കുപ്പികളെല്ലാമാണ് കിട്ടുന്നത്. അങ്ങനെ ശില്പയും അച്ചുവും നിന്ന ആ റൂമിലേക്ക് അവരങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് ചിന്നു ആണെങ്കിൽ പുറത്തൊന്നും ആരും കാണാത്തതിനെ തുടർന്ന് ബാക്ക് വശത്തൂടെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായി പോവുകയാണ്. ചിന്നു അങ്ങനെ പോകുന്ന സമയത്ത് ചന്ദ്ര പറഞ്ഞയച്ച ആ ചെറുപ്പക്കാരൻ വന്ന് ചിന്നുവിനെ മുഖം കാണിക്കാതെ പെട്ടെന്ന് തന്നെ ചിന്നുവിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. തുണികൾ അലക്കിയിട്ടിരിക്കുന്നതിനാൽ ചിന്നുവിന് ആ ചെറുപ്പക്കാരനെ പൂർണ്ണമായി കാണാൻ സാധിക്കുന്നില്ല. കയ്യിൽ കയറി പിടിക്കുന്നതും ചിന്നു ആകെ പരിഭ്രമിക്കുന്നുണ്ട്. ആകെ പേടിച്ച് ചിന്നു ചെറുപ്പക്കാരന്റെ കൈ തട്ടി മാറ്റാൻ നോക്കുന്നതും ചിന്നു അങ്ങനെ നിലത്തേക്ക് വീഴുകയാണ്. ചിന്നുവിനെ ഒന്ന് പേടിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ചന്ദ്ര ആ ചെറുപ്പക്കാരനെ പറഞ്ഞയച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അത് JK ആണ് ചിന്നുവിന്റെ കയ്യിൽ കയറി പിടിച്ചതെന്നും ചിന്നുവിന് JKയോട് തെറ്റിദ്ധാരണയുണ്ടാവണമെന്നെല്ലാം കരുതിയാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ചിന്നു അങ്ങനെ വീഴുന്നതും ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഓടി രക്ഷപ്പെടുന്ന ആ ചെറുപ്പക്കാരനെ പിന്നിൽ നിന്ന് കാണുന്നതും ചിന്നു ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. JK എങ്ങനെയാണോ തന്റെ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ ചെറുപ്പക്കാരനും ചെയ്തിരിക്കുന്നത്. ചിന്നുവിന് അപ്പോൾ അത് JK തന്നെയാണെന്ന് ഉറപ്പിക്കാനായി സാധിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ അവിടെ നിന്നും പേടിച്ച് വേഗം തന്നെ പോവാനായി നിൽക്കുന്നതും അങ്ങോട്ടേക്ക് പാപ്പച്ചൻ സാധനങ്ങളും വാങ്ങി വരികയാണ്. പാപ്പച്ചൻ ചിന്നുവിനെ കാണുന്നതും മോൾ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ചിന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ ആരുമില്ലേ എന്ന്. പാപ്പച്ചനപ്പോൾ പറയുന്നുണ്ട്, സുമിത്ര ടീച്ചർ ഗുരുവായൂരിലേക്ക് പോയതാണ്, ഇന്നേ വരുള്ളൂ, JK സാർ അവിടെ ഉണ്ടാവും, സാറിന് എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കണമല്ലോ, അങ്ങനെ സാധനങ്ങൾ വാങ്ങി വരുന്ന വഴിയാണ് ഞാനെന്ന് പറയാണ്. മോൾ എന്താകത്ത് JK സാറിനെ കണ്ടില്ലേ, സാർ ഇപ്പൊ ഏത് സമയം എഴുത്താണ് എന്നും പറഞ്ഞുകൊണ്ട് പാപ്പച്ചൻ അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. ചിന്നു ആണെങ്കിൽ ആകെ പേടിച്ചു വിറച്ചുകൊണ്ട് ഒന്നും മനസ്സിലാവാതെ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് അർച്ചനയും JKയും ആ പോലീസ് ഉദ്യോഗസ്ഥനും കൂടി ആ ശില്പ എന്ന പെൺകുട്ടിയുടെ വീട് മൊത്തം പരിശോധിക്കുകയാണ്. അവിടെ നിന്നും അവർക്ക് ചില നിർണായക തെളിവുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ അവർ തെളിവുകൾ കിട്ടിയതിനു ശേഷം ആ വീട്ടിൽ നിന്നും പോവുകയാണ്. ചിന്നു ആണെങ്കിൽ വീട്ടിലേക്ക് പോകുന്ന വഴി കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഓരോന്നായി ഓർക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കാറുമായി വിജയ് ശങ്കർ വരുന്നത്. ചിന്നുവിനെ കാണുന്നതും വിജയ് ശങ്കർ വണ്ടി നിർത്തി കയറാനായി പറയാണ്. ചിന്നു ആണെങ്കിൽ ആകെ ടെൻഷനോടെ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ കൂടെ പോകുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ അച്ഛനെ എന്തെങ്കിലും സംശയം തോന്നുമെന്ന് പറഞ്ഞ് ചിന്നു അങ്ങനെ വിജയ് ശങ്കറിന്റെ കൂടെ കാറിൽ പോകുന്ന സമയത്ത് വിജയ് ശങ്കർ ആണെങ്കിൽ ചിന്നുവിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ ആകെ ടെൻഷനോടെ താൻ ഈ ലോകത്തൊന്നുമല്ല എന്ന ഒരു ചിന്തയിൽ അങ്ങനെ ഇരിക്കുകയാണ്. വിജയ് ശങ്കർ ചോദിക്കുന്നതിനുള്ള ആൻസർ ഒന്നുമല്ല ചിന്നു അങ്ങനെ പറയുന്നത്. അത് കേട്ട് വിജയ് ശങ്കറിനാകെ സംശയമാവുന്നുണ്ട്. വണ്ടി അങ്ങനെ സൈഡാക്കി നിർത്തിക്കൊണ്ട് ചിന്നുവിനോട് പുറത്തിറങ്ങി വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, എന്താ ചിന്നു നിനക്ക് പറ്റിയത്, ഞാൻ ചോദിക്കുന്നതിനൊന്നുമല്ലല്ലോ നീ ഉത്തരം പറയുന്നത്, നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, നീ ആകെ ടെൻഷനായിട്ടാണല്ലോ ഇരിക്കുന്നത്, ഇത് പ്രശ്നമുണ്ടെങ്കിലും നീ എന്നോട് പറ, എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ തന്റെ അച്ഛനെ കാണുന്നതും ഒരു ആശ്വാസം എന്ന പോലെ വിജയ് ശങ്കറിനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ചിന്നു അങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് കണ്ട് വിജയ് ശങ്കറിന് സന്തോഷമാവുന്നുണ്ട്. വീണ്ടും ചിന്നു തന്റെ അടുക്കലേക്ക് അടുക്കുന്നുണ്ടെന്ന് വിജയ് ശങ്കറിന് മനസ്സിലാവുകയാണ്. വിജയ് ശങ്കർ എന്നിട്ട് ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത്, എന്താണെങ്കിലും നിനക്ക് അച്ഛനോട് തുറന്നു പറയാം, നീ എങ്ങോട്ടാണ് ഇപ്പോ ഒറ്റയ്ക്ക് പോയി വരുന്നത്, വീട്ടിൽ ആരുമില്ലേ, നിനക്ക് എങ്ങോട്ടെങ്കിലും പോവണമെങ്കിൽ വീട്ടിൽ ആരെങ്കിലും വിളിച്ചിട്ട് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ചിന്നുപ്പ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാനായി പോയതാണ്, ആത്മാർത്ഥമായി ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ചതിച്ചു, ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ കുട്ടി എന്നെ പറ്റിച്ചു അച്ഛാ,
എന്നെ വലിയ ശത്രുവായിട്ടാണ് അവൾ എന്നെ കാണുന്നത്, അതെനിക്ക് വലിയ സങ്കടമായി എന്നെല്ലാം പറഞ്ഞ് ചിന്നു അങ്ങനെ വിജയ് ശങ്കറിനോട് കാര്യങ്ങൾ പറയുകയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ശത്രുപക്ഷത്തുള്ള അങ്ങനെ ഒരു കൂട്ടുകാരിയെ നീ പൂർണ്ണമായും ഒഴിവാക്കണം. ഏറ്റവും അടുപ്പമുള്ള മിത്രം ശത്രുവായാൽ സൂക്ഷിക്കണം. അയാൾ എപ്പോ വേണമെങ്കിലും വിഷമായി മാറും. നീ വിട്ടുകളാതെ. എത്ര വലിയ കൂട്ടായാലും ഇനി ആ ഫ്രണ്ട്ഷിപ്പ് വേണ്ട. മനസ്സിലായോ എന്ന് വിജയ് ശങ്കർ അങ്ങനെ ചിന്നുവിനോട് ചോദിക്കുകയാണ്. ചിന്നു അപ്പൊ തലയാട്ടുന്നുണ്ട്. പിന്നീട് വിജയ് ശങ്കർ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഗോളിപ്പോ എന്റെ കോർട്ടിലായി എന്നും ചിന്തിച്ച് അങ്ങനെ സന്തോഷിക്കുകയാണ്. അതിനുശേഷം ചന്ദ്ര വേഗം തന്നെ മധുബാലയെയും മഞ്ജുവിനെയും ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. ചിന്നുവിനെ കയറി പിടിച്ചു എന്നെല്ലാം ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ മഞ്ജുവും മധുബാലയും ആകെ ഷോക്കാവുന്നുണ്ട്. അയാൾ അതുമല്ല അതിനപ്പുറവും ചെയ്യുമെന്ന് മധുബാല അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ജെ.കെ ശരിക്കും ചിന്നുവിനെ കയറി പിടിച്ചിട്ടൊന്നുമില്ല. അയാൾ ഈ വിവരം അറിഞ്ഞിട്ട് പോലുമില്ല. ജെ.കെയാണ് ചിന്നുവിനെ കയറി പിടിച്ചെന്ന് ചിന്നു തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതിനുള്ള ആളെ ഞാൻ ഓൾറെഡി അവിടെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. സംഭവം നടന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. മഞ്ജു ചിന്നു എങ്ങാനും അമ്പാട്ട് വീട്ടിൽ തിരിച്ചെത്തിയോ എന്ന് ചന്ദ്രങ്ങനെ ചോദിക്കുകയാണ്. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ചിന്നു ഇതുവരെ എത്തിയിട്ടില്ല. ചന്ദ്രേച്ചി എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഇനി ചിന്നു ആണ് ആള്. എങ്ങാനും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കോ, ജെ.കെ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മളെല്ലാവരും കുടുങ്ങുമെന്ന് മഞ്ജു അങ്ങനെ ടെൻഷനോടെ പറയുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ പറയാതെ. ഇതിപ്പോ പോലീസ് കേസായാൽ ജെ.കെ നിരപരാധിയാണെന്ന് ഈസിയായി തെളിയിക്കും. അയാൾ ആ സമയത്ത് വാടക വീട്ടിൽ ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ ടാർഗറ്റ് എന്താണ്? ചിന്നുവിന് ജെ.കെയെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവണം. ഇത് അർച്ചനയ്ക്കും ചിന്നുവിനും ഇടയിൽ ഒരു പ്രശ്നമാവണം. അമ്മയും മോളും കൂടി തെറ്റണം. ഇതൊക്കെയാണല്ലോ, അങ്ങനെ തന്നെ സംഭവിക്കും. വേറെ നിങ്ങൾ അതിലൊന്നും കടന്നുകൂടി ചിന്തിക്കേണ്ട എന്ന് ചന്ദ്ര അങ്ങനെ മധുബാലയെയും മഞ്ജുവിനെയും പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അതിനുശേഷം വിജയ് ശങ്കർ ചിന്നുവിനെ അമ്പാട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇറക്കി വിടുന്നുണ്ട്. എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളിങ്ങനെ ടെൻഷൻ ആവണ്ട. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അച്ഛനോട് തുറന്നു പറയണം. അച്ഛനുണ്ടായിരിക്കും കൂടെ, നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. എന്തുണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം. ഇപ്പൊ തന്നെ നിനക്കൊരു ടെൻഷൻ ഉണ്ടായപ്പോൾ നീ എന്നെ അറിയിച്ചില്ലെങ്കിലും ഞാൻ ഓടിയെത്തിയില്ലേ. അതുപോലെ എപ്പോൾ വേണമെങ്കിലും ചിന്നുവിന് ചന്ദ്രകാന്തത്തിലേക്ക് വരാം. നാട്ടിലേക്ക് ഞാനിപ്പോൾ വരുന്നില്ല. ചിന്നുവിന് തനിച്ചു പോവാമല്ലോ എന്ന് വിജയ് ശങ്കർ അങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ഞാൻ പോയിക്കോളാം അച്ഛ, ശരിയെന്ന് പറഞ്ഞ് ചിന്നു അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാട്ടിലേക്ക് പോവുകയാണ്. ഫോൺ മാത്രം എടുത്തുകൊണ്ട് ചിന്നു സീറ്റിൽ തന്നെ തന്റെ പേഴ്സ് മറന്നു വെച്ചുകൊണ്ടാണ് പോകുന്നത്. ചന്ദ്രയും മധുബാലയും മഞ്ജുവുമാണെങ്കിൽ ഫോണിൽ അങ്ങനെ സംസാരം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അച്ഛനോട് കൂടെ നിൽക്കുന്നവർക്കെല്ലാം കഷ്ടകാലമാണ്. ജെ.കെക്കും ഇപ്പൊ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തോ കുഴപ്പമുള്ള ജാതകമാണ് അർച്ചനയുടേത്. എടുക്കുന്നവർക്കെല്ലാം ശനിദശയായിരിക്കും. അവളിൽ നിന്നൊന്ന് മാറിയപ്പോഴാണ് വിജയേട്ടനൊന്ന് പച്ച പിടിച്ചത് എന്നെല്ലാം ചന്ദ്ര അങ്ങനെ പറയുകയാണ്. അപ്പോഴാണ് അമ്പാട്ടിലേക്ക് ചിന്നു വരുന്നത്. ചിന്നുവിനെ കാണുന്നതും മഞ്ജു പറയുന്നുണ്ട്, ചന്ദ്രേച്ചി ചിന്നു ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, പെണ്ണിനെന്തായാലും വേണ്ട വിധം നീ കൈകാര്യം ചെയ്യുമെന്ന് പറയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് വേഗം ഫോണ് കട്ട് ചെയ്യാണ്. ചിന്നു ആണെങ്കിൽ റൂമിലേക്ക് പോവാനായി നിൽക്കുമ്പോൾ മഞ്ജു ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, എവിടെ പോയതാണെന്ന്. ചിന്നു അപ്പ പറയുന്നുണ്ട്, ഞാനൊരു കൂട്ടുകാരിയെ കാണാൻ പോയതാണെന്ന്. മഞ്ജു അപ്പ വീണ്ടും ചോദിക്കുകയാണ്, എന്നിട്ട് അവളെ കണ്ടോ എന്ന്. ചിന്നു പറയുന്നുണ്ട്, ഞാൻ അവളെ കണ്ടില്ല, അവൾ അവിടെ ഇല്ലായിരുന്നു എന്നും പറഞ്ഞ് മഞ്ജുവിന്റെ അടുത്ത് നിന്ന് വേഗം തന്നെ പോവാനായി നിൽക്കുമ്പോൾ മഞ്ജു വീണ്ടും ചോദിക്കുന്നുണ്ട്, ചിന്നു നിനക്കിത് എന്തു പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നുവല്ലോ. എന്തെങ്കിലും ടെൻഷനുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറയാട്ടോ. എന്തായാലും ചിന്നു, ഞാനൊരു കാര്യം നിന്നോട് പറയാം. ജെ.കെ ഒറ്റയ്ക്കുള്ളപ്പോൾ നീ അയാളുടെ വീട്ടിലേക്കൊന്നും പോവരുതട്ടോ. അയാളെ എങ്ങനെ വിശ്വസിക്കാനാണെന്ന് മഞ്ജു അങ്ങനെ ചിന്നുവിനോട് പറയാണ്. ചിന്നു ആകെ ടെൻഷനായിക്കൊണ്ട് തിരിച്ചൊന്നും പറയാതെ വേഗം തന്നെ അകത്തേക്ക് പോവുകയാണ്. റൂമിലെത്തിയ ചിന്നു വീണ്ടും ജെ.കെയുടെ വീട്ടിലുണ്ടായ സംഭവങ്ങളെല്ലാം ഓരോന്ന് ഓർക്കുകയാണ്. പിന്നീട് തൻ്റെ പില്ലോക്കടിയിൽ വെച്ച ജെ.കെ അയച്ചു എന്ന് പറയുന്ന ആ ഗിഫ്റ്റ് എടുത്ത് ചിന്നു അങ്ങനെ നോക്കുകയാണ്. ആ ഫോട്ടോ കണ്ട് ജെ.കെയോടുള്ള ദേഷ്യത്തിൽ ആ ഫോട്ടോ നശിപ്പിക്കാനായി ചിന്നു തയ്യാറാവുകയാണ്. പിന്നീട് ചിന്നു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വേണ്ട, ഈ ഫോട്ടോ ഇപ്പോൾ നശിപ്പിക്കണ്ട, ഇത് പിന്നീട് ആവശ്യം വരുമെന്ന് ആലോചിച്ച് വീണ്ടും ആ ഫോട്ടോ അവിടെ തന്നെ വെക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ റൂമിന് പുറത്ത് നിന്നുകൊണ്ട് ചിന്നു എന്താണ് ചെയ്യുന്നതെന്നങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് അർച്ചന അങ്ങനെ അച്ചുവിനെ കാണാനായി ജയിലിലേക്ക് എത്തുകയാണ്. അച്ചുവിനെ കാണുന്നതും അർച്ചനയ്ക്കും ഒരുപാട് സങ്കടാവുന്നുണ്ട്. തിരിച്ച് അച്ചുവിനും അങ്ങനെ തന്നെയാണ്. മോനെ, ഇതെന്തു പറ്റി? നീ ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് പതിവായാൽ ഇവിടെ പ്രശ്നമാവും. നിനക്ക് മാറാനുള്ള ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട.
എന്നെല്ലാം അർച്ചന അങ്ങനെ അച്ചുവിനെ കണ്ട് സങ്കടത്തോടെ പറയാണ്. അച്ചു അപ്പോൾ ചോദിക്കുന്നുണ്ട്, രുക്കു അമ്പാട്ടിലുണ്ടോ അതോ ചന്ദ്രകാന്തത്തിലേക്ക് പോയോ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പോൾ പറയുന്നുണ്ട്, രുക്കു വരാത്തതിൽ നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം, അവൾ അവിടെ അമ്പാട്ട് വീട്ടിൽ തന്നെ ഉണ്ടെന്ന് അങ്ങനെ അർച്ചന പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, സാരില്ല ചേച്ചി, വിഷമമുണ്ടെങ്കിലും അതെല്ലാം ഞാൻ സഹിച്ചോളാം എന്നെല്ലാം പറയുകയാണ്. അർച്ചന എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ വീണ്ടും ജാമ്യാപേക്ഷ കൊടുക്കാനായി കോടതിയിലേക്ക് പോവുകയാണ്. ആ ശില്പ താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ ഇന്ന് പോയിരുന്നു. അവിടുന്ന് കുറച്ച് നിർണായക തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഞാൻ എന്തായാലും നിനക്ക് ജാമ്യം എടുക്കും. ഇതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്യുമെന്ന് അർച്ചന ഇങ്ങനെ അച്ചുവിന് വാക്കു കൊടുക്കുകയാണ്. അച്ചു ആണെങ്കിൽ സങ്കടത്തോടെ അർച്ചനയുടെ കൈകളും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.